അടുത്തതായിട്ട് ഈ മൈക്രോബ്സിനെ ഒരു ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? സോ മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ്. സോ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാകുന്ന ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മൈക്രോബ്സിനെ എങ്ങനെ യൂസ് ചെയ്യാം? സോ മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ? ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ്, ഈ ജീവശാസ്ത്രപരമായ മെത്തേഡ് ഉപയോഗിച്ച് ഫോർ കൺട്രോളിങ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് പെസ്റ്റ്. ചെടികൾക്കുണ്ടാവുന്ന ആ ഡിസീസുകളും അവരെ ബാധിക്കുന്ന പെസ്റ്റുകളെയും നാച്ചുറലി തന്നെ ബയോളജിക്കൽ മെത്തേഡ് വഴി തന്നെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് അതിനെ ബയോ കൺട്രോൾ എന്ന് പറയുക. സോ ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ മെത്തേഡ് വെച്ച് പ്ലാന്റ് ഡിസീസുകളെയും പെസ്റ്റുകളെയും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ബയോ കൺട്രോൾ എന്ന് പറയുക. സോ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസ്, അതാണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ പെസ്റ്റുകളെയും അതുപോലെ പ്ലാന്റ് ഡിസീസുകളെയും ബയോളജിക്കലായിട്ട് കൺട്രോൾ ചെയ്യുക? സോ നമ്മുടെ ഈ മോഡേൺ സൊസൈറ്റിയിൽ ഈ പ്രോബ്ലം, ഈ ചെടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റുകൾ, ഇത് ഈ മോഡേൺ സൊസൈറ്റിയിൽ ഒരുപാട് ഈ പ്രോബ്ലം ഉണ്ട്. ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്യണത്, ഇതിനെ പരിഹരിച്ചു കൊണ്ടിരുന്നതും അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കെമിക്കൽസ് വഴിയാണ്. സോ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പ്ലാന്റ് ഡിസീസുകളെയും അതുപോലെ പെസ്റ്റുകളെയും കൺട്രോൾ ചെയ്തിരുന്നത്. സോ ഈ കെമിക്കൽസ്, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കെമിക്കൽസ് ആണെങ്കിൽ ഒരുപാട് ഹൈലി ടോക്സിക്കാണ്. ടോക്സിക്കാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം ടോക്സിക് ആണ്? എക്സ്ട്രീംലി ഹാംഫുള്ളാണ്. അത് മനുഷ്യനും അതുപോലെ ആനിമൽസിനും ഒരേപോലെ ഹാംഫുള്ളാണ്. രണ്ടുപേർക്കും, മനുഷ്യനും ആനിമൽസിനും ഒരേപോലെ അപകടകാരിയാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്. ഈ പറഞ്ഞ പ്ലാന്റ് ഡിസീസിനെയും പെസ്റ്റുകളെയും ഇൻസെക്ട് പെസ്റ്റുകളെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, റിമൂവ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് മനുഷ്യനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും, ഇവയെ കൺസ്യൂം ചെയ്യുന്ന, ഈ പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്ന മനുഷ്യനാണെങ്കിലും അവരെ കൺസ്യൂം ചെയ്യുന്ന ആനിമൽസിനാണെങ്കിലും രണ്ടുപേർക്കും ഇത് ഒരുപോലെ തന്നെ ഹാനികരമാണ്, ഹാംഫുള്ളാണ്. അതുമാത്രമല്ല ഈ കെമിക്കൽസ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ പ്രകൃതിയെ ഒരുപാട് പൊള്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സോയിൽ, അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ, നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ക്രോപ്പ് പ്ലാന്റ് എല്ലാത്തിനെയും നമ്മുടെ ഈ കെമിക്കൽസ് പൊള്യൂട്ട് ചെയ്യുന്നു. സോ ഈ കെമിക്കൽസ് ഒക്കെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പൊള്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്, മലിനീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സോയിൽ ഒരുപാട് ഓൾറെഡി പൊള്യൂട്ടഡ് ആണ്. കാരണം നമ്മുടെ വീഡിസൈഡ് എന്ന് പറഞ്ഞ ഉപയോഗം, നമ്മൾ വീടിനെ, ഈ കളകളെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വീഡിസൈഡ്, വീഡ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്ത വീഡിസൈഡ് കാരണം നമ്മുടെ സോയിലും ഓൾറെഡി പൊള്യൂട്ടഡ് ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ബയോ കൺട്രോൾ എന്ന് പറഞ്ഞതിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നത്. സോ നാച്ചുറലി തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ബയോളജിക്കലായിട്ടുള്ള മെത്തേഡ് വഴി എങ്ങനെയാണ് ഈ പ്ലാന്റ് ഡിസീസുകളെയും പെസ്റ്റുകളെയും കൺട്രോൾ ചെയ്യുക? അതാണ് ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ബയോ കൺട്രോൾ വഴി. സോ നമ്മുടെ അഗ്രികൾച്ചറിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ അഗ്രികൾച്ചറിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യണത് ഒരു കെമിക്കൽസ് വെച്ചിട്ടല്ല, അതിന് പകരം അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ്, നാച്ചുറലായിട്ട് പറയുന്നത്, നാച്ചുറലായിട്ട് നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അഗ്രികൾച്ചറിൽ ഒരു കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത് പെസ്റ്റുകളെ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് നാച്ചുറൽ പ്രിഡേഷനാണ്. സ്വാഭാവികമായ രീതിയിൽ തന്നെ ഈ പെസ്റ്റുകളെ റിമൂവ് ചെയ്യുക, നാച്ചുറൽ പ്രിഡേഷൻ. ഈ പെസ്റ്റുകളെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള പ്രിഡേറ്റേഴ്സുകളുണ്ട്. സോ അവരെ വെച്ചിട്ട് ഈ പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യുക എന്നതാണ് അഗ്രികൾച്ചറിലെ ഒരു സിസ്റ്റം. ഇതിന് പകരം ഒരു കെമിക്കൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ പെസ്റ്റുകളെയും ഡിസീസിനെയും റിമൂവ് ചെയ്യുന്നതിന് പകരമായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഏറ്റവും നല്ലൊരു മെത്തേഡ് അഗ്രികൾച്ചറിൽ ബിലീവ് ചെയ്യുന്നത് എന്താണ്? നാച്ചുറലായിട്ട് സ്വാഭാവികമായ രീതിയിൽ തന്നെ ആ പെസ്റ്റുകളെ റിമൂവ് ചെയ്യുക, നാച്ചുറലായ പ്രിഡേറ്റേഴ്സ്, അതന്നെ നാച്ചുറൽ പ്രിഡേഷനിലൂടെ പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഒരു കീ ബിലീഫ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഫാമർ, സോ അഗ്രികൾച്ചറിലെ നാച്ചുറൽ പ്രിഡേഷനാണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഒരു ബയോ കൺട്രോൾ എന്ന് പറഞ്ഞ ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ നാച്ചുറൽ പ്രിഡേഷനാണ് നമ്മൾ കൂടുതലായിട്ട് സിഗ്നിഫൈ ചെയ്ത് പറയുന്നത്. സോ ഒരു ഓർഗാനിക് ഫാമറിൻ്റെ ബിലീഫ് എന്താണെന്ന് വെച്ചാൽ,
ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ ബയോളജിക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് ഫാർമറിൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഹെൽത്ത് ഉണ്ടാവും. നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ എത്രമാത്രം ബയോഡൈവേഴ്സിറ്റി ഉണ്ടോ അത്രമാത്രം നല്ലതാണ്, അത്രമാത്രം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്വാൻറ്റേജസ് ആണ്, അത്രമാത്രം ഹെൽത്താണ് നമുക്ക്. അല്ലെങ്കിൽ ടോട്ടൽ എൻവയോൺമെൻറ്റിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി. എത്ര ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓർഗാനിസം ഈ എൻവയോൺമെൻറ്റിലുണ്ടോ അത്രയും നല്ലത്. സോ ദ മോർ വെറൈറ്റി ഓഫ് ലാൻഡ്സ്കേപ്പ് ആണെന്നുണ്ടെങ്കിൽ ദ മോർ സസ്റ്റൈനബിൾ. എത്ര വെറൈറ്റി ഓഫ് ലാൻഡ്സ്കേപ്പ് ഉണ്ടോ അത്രത്തോളം അത് സസ്റ്റൈനബിൾ ആയിരിക്കും, അത്രത്തോളം അത് ഉറപ്പുള്ളതായിരിക്കും, എന്നും നിലനിൽക്കുന്ന ടൈപ്പായിരിക്കും എത്രത്തോളം വെറൈറ്റി ഉണ്ടെങ്കിൽ. അതാണ് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ. സോ നമ്മുടെ ഓർഗാനിക് ഫാമറിൽ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണത്, ഒരു നാച്ചുറലി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണത് എന്താണ്? ഇൻസെക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന സംടൈംസ് നമ്മൾ പെസ്റ്റ് എന്ന് പറയും. സോ ഇൻസെക്ട്സിലെ നമ്മൾ നോട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുകയില്ല. സോ ഇൻസെക്ട്സ് ആർ നോട്ട് ഇറാഡിക്കേറ്റഡ്. ഇൻസ്റ്റെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? വി വിൽ കെപ്റ്റ് അറ്റ് മാനേജബിൾ ലെവൽ. ഈ ഇൻസെക്റ്റ് അഥവാ പെസ്റ്റുകളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും ഇറാഡിക്കേറ്റ് ചെയ്യാതെ അവരുടെ ഒരു പെർട്ടിക്കുലർ ലെവലിൽ, ഒരു പെർട്ടിക്കുലർ നമ്പറിൽ അവരെ മാനേജ് ചെയ്യുന്നു. അതാണ് ഓർഗാനിക് ഫാമർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. നമ്മൾ പറഞ്ഞു ദ മോർ ലാൻഡ്സ്കേപ്പ്, വെറൈറ്റി ഓഫ് ലാൻഡ്സ്കേപ്പാണ് മോർ സസ്റ്റൈനബിൾ ആണ്. എന്നും നിലനിൽക്കുന്ന ഒരു വെറൈറ്റി ലാൻഡ്സ്കേപ്പ് ഉണ്ടെങ്കിൽ എന്നും നിലനിൽക്കുന്ന ബയോഡൈവേഴ്സിറ്റി എപ്പോഴും ഉണ്ടാവും. എത്ര ബയോഡൈവേഴ്സിറ്റി ഉണ്ടോ മോർ എന്താ പറയുക എൻവയോൺമെൻറ്റിന് ആ ഒരു ഹെൽത്ത് ഉണ്ടാവും. സോ ഇൻസെക്റ്റുകളെ ഒരു മാനേജബിൾ ലെവലിൽ ബൈ ത്രൂ ചെക്ക് ആൻഡ് ബാലൻസ്, നമ്മൾ കറക്റ്റായിട്ട് അതിനെ ചെക്ക് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇൻസെക്റ്റുകളെ ഒരു മാനേജബിൾ ലെവലിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓർഗാനിക് ഫാമർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ഇക്കോ സിസ്റ്റം ഭയങ്കര ലിവിങ് ആൻഡ് വൈബ്രൻ്റ് ആയിരിക്കും. സോ ഒരു ലിവിങ് ആൻഡ് വൈബ്രൻ്റ് ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ അങ്ങനത്തെ നാച്ചുറൽ പ്രിഡേറ്റേഴ്സുകളെ ഒക്കെ പെസ്റ്റുകളെയൊക്കെ അവരെ ഒരു മാനേജബിൾ നമ്പറിൽ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു ഓർഗാനിക് ഫാമർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതിന് ഒരു കോൺട്രാഡിക്റ്ററി ആയിട്ട്, ഇതിനൊരു പരസ്പര വിരുദ്ധമായിട്ട് ഒരു ഓർഗാനിക് ഫാമർ അപ്ലൈ ചെയ്യാൻ പോകുന്ന അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് വിരുദ്ധമായിട്ട് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസസിന് വിരുദ്ധമായിട്ട് നമുക്ക് പലപ്പോഴും കെമിക്കൽസുകളും പെസ്റ്റിസൈഡ്സുകളും വീഡിസൈഡുകളും ഇൻസെക്ടിസൈഡുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ പറഞ്ഞ പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെതിരായിട്ട് പലപ്പോഴും കൺവെൻഷൻ പ്രാക്ടീസിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ കെമിക്കൽസിനെ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഓർഗാനിസത്തിനെ നമ്മൾ കില്ല് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ കില്ല് ചെയ്യുമ്പോൾ എന്താണ്, യൂസ്ഫുള്ളായിട്ടുള്ള ഓർഗാനിസത്തിനെയും ഹാംഫുള്ളായിട്ടുള്ള ലൈഫ് ഫോംസിനെയും നമ്മൾ വേർതിരിക്കാതെ ഒരുപോലെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഉപകാരപ്രദമായുള്ളത്, ഏതൊക്കെയാണ് നമുക്ക് ഹാംഫുള്ളായുള്ളത് എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് വേർതിരിക്കാതെ രണ്ടിനെയും ഒരുപോലെ കൊല്ലുകയാണ് കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. സോ ഈ കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസസിന് എതിരായിട്ട് ഇങ്ങനെയൊരു മെത്തേഡും അപ്ലൈ ചെയ്യേണ്ടി വരാറുണ്ട്. സോ ഒരു ഓർഗാനിക് ഫാമറിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതുപോലൊരു സിസ്റ്റമാണെന്ന് പറയുന്നത്. എന്താ, ഒരു ഇൻസെക്ട് പെസ്റ്റുകളെ മാനേജബിൾ ആയിട്ടുള്ള നമ്പറിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലിവിങ് വൈബ്രൻറ്റ് ഇക്കോ സിസ്റ്റം കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓർഗാനിക് ഫാമർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കെമിക്കൽസ് അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു വ്യൂ, ഓർഗാനിക് ഫാമറിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗാനിക് ഫാമറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ പറഞ്ഞ ക്രീച്ചേഴ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇറാഡിക്കേറ്റ് ദ പെസ്റ്റ് കംപ്ലീറ്റ്ലി. പെസ്റ്റുകളെ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല എന്ന് മാത്രമല്ല, ഇത് ഒരിക്കലും ആവശ്യമുള്ള കാര്യമല്ല. പെസ്റ്റുകളെ കംപ്ലീറ്റ് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺഡിസൈറബിൾ ആണ്, നോട്ട് അറ്റ് ഓൾ ഡിസൈറബിൾ. സോ ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ പെസ്റ്റുകളെ കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന ഓർഗാനിക് ഫാമർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബയോ കൺട്രോൾ മെത്തേഡ് വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഈ ബയോ കൺട്രോൾ മെത്തേഡിലൂടെ ഒരു ഓർഗാനിക് ഫാമർ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദർ ഈസ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വെബ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ
ബിറ്റ്വീൻ ദ ഓർഗാനിസം. ആ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ എൻവയോൺമെൻറ്റിലുള്ള ഓർഗാനിസത്തിൻ്റെ അവരുടെ വെബ് കണക്ഷൻ, എങ്ങനെയാണ് ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു ഓർഗാനിസം അതിനെ നോൺ ലിവിങ് എബയോട്ടിക് സിസ്റ്റവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. സോ വിത്തിൻ ദ ഫോണ ആൻഡ് ഫ്ലോറിൽ എങ്ങനെയാണ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്. സോ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം വിത്തിൻ ദിസ് വെബ്. ഒരു വെബ് അവർ തമ്മിൽ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിനെ മറ്റൊരു ഓർഗാനിസവുമായിട്ട് കണക്ഷൻ. ഒരു ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യുന്ന മറ്റൊരു ഓർഗാനിസം ഉണ്ട്, അതിനെ കൺസ്യൂം ചെയ്യുന്ന വേറൊരു ഓർഗാനിസം ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവലിലൂടെയാണ് ഓരോ ഓർഗാനിസവും കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഓരോ ഓർഗാനിസം ഒരു മാനേജബിൾ ലെവലിൽ ഇവിടെ കീപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് വെബ്സ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗൻ. ഈ ഓർഗാനിസം തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വിത്തിൻ ദ ഫ്ലോറ ആൻഡ് ഫോണ. സോ ബയോ കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അവിടെ നടത്തുന്നത്. സോ ബയോ കൺട്രോൾ മെഷേഴ്സ് വഴി നമ്മളിപ്പോൾ ചെയ്യുന്ന ബയോ കൺട്രോൾ മെഷേഴ്സ് വഴി എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ റെഡ്യൂസ് അവർ ഡിപ്പെൻഡൻസ്. എന്തിനുള്ള ഡിപ്പെൻഡൻസ്? ഓൺ ടോക്സിക് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്. ഈ അപകടകാരിയായുള്ള കെമിക്കൽസും പെസ്റ്റിസൈഡ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യം വളരെയധികം കുറയ്ക്കുക എന്നുള്ളതാണ് എന്താണ് എൻ്റെ ഉദ്ദേശം, ബയോ കൺട്രോൾ മെഷേഴ്സ്. സോ ബയോ കൺട്രോൾ മെഷേഴ്സ് വഴി നമുക്ക് ടോക്സിക് കെമിക്കൽസിനെയും പെസ്റ്റിസൈഡ്സിനെയും ഉപയോഗിക്കുന്നത് നമുക്ക് ഒരുപാട് നിർത്തിവെക്കാൻ പറ്റും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ കുറയ്ക്കാനോ അതിൻ്റെ അളവ് കുറയ്ക്കാനും പറ്റും. സോ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള പ്രിഡേറ്റേഴ്സിനെ അല്ലെങ്കിൽ പാരസിറ്റിക് ഇൻസെക്റ്റുകളെ നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സോ ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബയോ കൺട്രോൾ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്രിഡേറ്റേഴ്സിനെയും പാരസിറ്റിക് ഇൻസെക്റ്റുകളെയും ഈ ഭൂമിയിൽ അങ്ങനെ തന്നെ നിലനിർത്തുക, അങ്ങനെ ഒരു മാനേജബിൾ ലെവലിൽ ഓർഗാനിസത്തിനെ നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവുള്ളൂ. സോ ബെനിഫിഷ്യറായുള്ള പ്രിഡേറ്ററി പാരസിറ്റിക് ഇൻസെക്റ്റുകളെ നമ്മൾ നിലനിർത്തിയാൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിളായുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രിഡേറ്റേഴ്സ്, ബെനിഫിഷ്യലായുള്ള പ്രിഡേറ്റേഴ്സിനെയും പാരസിറ്റിക് ഇൻസെക്റ്റുകളെയും നഷ്ടപ്പെടും. കാരണം നമ്മൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും യൂസ്ഫുള്ളും ഹാംഫുള്ളായിട്ടുള്ള ലൈഫ് ഫോംസിനെ ഒരുപോലെ ഈ കെമിക്കൽസ് നശിപ്പിച്ച് കളയും. ബിക്കോസ് പല ഈ നാച്ചുറൽ പ്രിഡേറ്റേഴ്സും പല ഈ പാരസിറ്റിക് ആയിട്ടുള്ള ഇൻസെക്റ്റുകളും, ബെനിഫിഷ്യലായിട്ടുള്ള പ്രിഡേറ്റേഴ്സും പാരസിറ്റിക് ഇൻസെക്റ്റുകളും ഈ കെമിക്കൽസ് വഴി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് അവർ ഈ പറഞ്ഞ പ്രിഡേറ്റേഴ്സും പാരസിറ്റിക് ഇൻസെക്റ്റുകളും പല ഓർഗാനിസത്തിനും ഫുഡായിട്ടും ഹോസ്റ്റായിട്ടും അവർ യൂസ് ചെയ്യാണ്. അതുകൊണ്ട് ഇവർക്ക് ആ ഓർഗാനിസത്തിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള പ്രിഡേറ്റേഴ്സ്, ബെനിഫിഷ്യറി ആയിട്ടുള്ള ഉപകാരപ്രദമായ പ്രിഡേറ്റേഴ്സും പാരസിറ്റിക് ഇൻസെക്റ്റുകൾക്കും അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫുഡ് കിട്ടാതെ വരും. അവർ ഏത് ഓർഗാനിസത്തിനെയാണോ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത്, ഏത് ഹോസ്റ്റിനെയാണോ അവർ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് അവർക്കത് കിട്ടാതെ വരും. എല്ലാത്തിനെയും ഈ കെമിക്കൽസ് കില്ല് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ ഒരു ബയോ കൺട്രോൾ അപ്രോച്ച് നടത്തണം. ബയോ കൺട്രോൾ മെത്തേഡിലൂടെ ഈ പറഞ്ഞ ഇൻസെക്റ്റുകളെയും പെസ്റ്റുകളെയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. എൻവയോൺമെൻറ്റിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ചാണ് നമ്മളവിടെ നോക്കുന്നത്. ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫെമിലിയർ വിത്ത് വേരിയസ് ലൈഫ് ഫോംസ്. നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈഫ് ഫോംസിനെ കുറിച്ച് നമ്മൾ അറിയുക, ഏതൊക്കെ ഡിഫറെൻറ്റ് ലൈഫ് ഫോംസുകളുണ്ട്, അതുപോലെ ദാറ്റ് ഇൻഹാബിറ്റ് ദ ഫീൽഡ്, നമ്മുടെ ഈ ഫീൽഡിലുള്ള എല്ലാ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈഫ് ഫോംസിനെ കുറിച്ചുള്ള ഒരു അറിവ് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അറിയുക, അതിനെ പരിചയപ്പെടുക. അതുപോലെ പ്രിഡേറ്റേഴ്സ് ആസ് വെൽ ആസ് പെസ്റ്റുകൾ. ഈ ലൈഫ് ഫോംസിൽ ഏതൊക്കെയാണ് പ്രിഡേറ്റേഴ്സ്, ഏതൊക്കെയാണ് പെസ്റ്റുകൾ, ഈ പറഞ്ഞ ലൈഫ് ഫോംസിനെ ഉപയോഗിക്കുന്ന പെസ്റ്റുകളും അതുപോലെ പ്രിഡേറ്റേഴ്സും ആരാണ്, അവരുടെ ലൈഫ് സൈക്കിള്, ഓരോ ഓർഗാനിസത്തിൻ്റെയും, പ്രിഡേറ്റർ ആയാലും പെസ്റ്റ് ആണെങ്കിലും ഓരോ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സൈക്കിള്, അതിനെക്കുറിച്ചുള്ള ഒരു അറിവ്. അതുപോലെ പാറ്റേൺ ഓഫ് ഫീഡിങ്,
ഈ ഇൻസെക്റ്റ് പെസ്റ്റുകളും ഒക്കെ എങ്ങനെയാണ് അവർ കൺസ്യൂം ചെയ്യുന്നത്, അവരെ ഹോസ്റ്റിനെ കൺസ്യൂം ചെയ്യുന്നത്, പാറ്റേൺ ഓഫ് ഫീഡിങ് എങ്ങനെയാണ്, ആൻഡ് അവരുടെ ഹാബിറ്ററ്റ് എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഹാബിറ്ററ്റാണ് അവർ പ്രിഫർ ചെയ്യണേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നതാണ് ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഒരു ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ചിലൂടെ നമുക്ക് ഡിഫറെൻറ്റ് ലൈഫ് ഫോംസിനെ കുറിച്ച്, നമ്മുടെ ഈ ഹാബിറ്ററ്റിൽ കാണുന്ന ഫീൽഡിൽ കാണുന്ന എല്ലാ കാണുന്ന എല്ലാ ലൈഫ് ഫോംസിനെ കുറിച്ച് അറിയുക, അതുപോലെ പ്രിഡേറ്റേഴ്സിനെയും പെസ്റ്റിനെ കുറിച്ചുള്ള അറിവ്, അവരുടെ ലൈഫ് സൈക്കിളിനെ കുറിച്ചുള്ള അറിവ്, അതുപോലെ അവരുടെ പാറ്റേൺ ഓഫ് ഫീഡിങ് എങ്ങനെയാണെന്ന് ഫെമിലറൈസ് ചെയ്യുക, അതുപോലെ ഏത് ഹാബിറ്ററ്റാണ് അവർ പ്രിഫർ ചെയ്യണത്, ഇതൊക്കെ അറിയുന്നതാണ് ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ച്. സോ ഈ ബയോളജിക്കൽ ഫാമിംഗ് അപ്രോച്ച് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബയോ കൺട്രോൾ മീൻസ് ഒരു അപ്രോപ്രിയേറ്റ് കറക്റ്റ് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബയോ കൺട്രോൾ മീൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്.